ഇന്ന് ഞങ്ങൾ വൈകിട്ട് വിചാരിച്ചു ഒന്ന് താന്നി ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി റെഡി ആയിട്ട് ഇറങ്ങി. അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ ബൊക്കയും കൂടി എടുത്തു. അങ്ങനെ നമ്മൾ കൊട്ടി എത്തിയപ്പോഴത്തേക്കും നമുക്കൊരു ഓഫീസിൽ കയറണമായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മയ്യനാട് റോഡ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ താന്നി പാലത്തിലെത്തി. എന്നിട്ട് നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലത്ത്, അതായത് കുറച്ച് വീഡിയോയും ഫോട്ടോയും സ്വസ്ഥമായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ഒരു ബീച്ച് കയറിയ സമയത്ത് തന്നെ അവിടെ അടുത്ത് വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി. അപ്പോൾ അവിടെ അത്യാവശ്യം ആളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരുടെ എടുത്തായിരുന്നു. ഇക്കോ ആണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്നത്. അങ്ങനെ എൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇരുന്നുള്ള വീഡിയോ എടുക്കാൻ നേരത്ത് കടലിന് എന്തോ ദേഷ്യമുള്ളതാണ് കാണും ദേഹത്തൊക്കെ വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി അവസാനം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. 2-2.5 മണിക്കൂർ അവിടെ നിന്ന് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അങ്ങനെ നമ്മൾ അവസാനം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ തലമുടി വരെ വെള്ളമായിരുന്നു. അമ്മാതിരി കടലിൽ കയറി അർമാദമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കടലിൽ കയറി ഇത്രയും നേരം നിൽക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ അടുത്തുള്ളൊരു ചായപ്പീടികയിൽ കയറി 2 തണ്ണിമത്തനും കാര്യങ്ങളും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ഗീവ് അവേ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ട് കയറി നോക്കിയാൽ കാണാത്തവർക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ റിസൾട്ട്, അതായത് എൻ്റെ വിന്നറിനെ ഡിസംബർ 25-ാം തീയതി ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇനിയും കമൻറ്റ് ഇടാൻ സമയമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു താന്നിയിൽ തന്നെ ഈ ഒരു അമ്മയുടെ കടയിൽ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതും വാങ്ങിച്ച് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.